ഇ-ഗവേണൻസ് രംഗത്ത് കുതിച്ചുചാട്ടത്തിനൊരുങ്ങി കേരളം. ഏപ്രിൽ 10ഓടുകൂടി സംസ്ഥാനത്ത് സമ്പൂർണ്ണ കെ-സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കും. ഇതോടെ നഗരസഭകൾക്കും മുനിസിപ്പാലിറ്റിക്കും പിന്നാലെ ത്രിതല പഞ്ചായത്തുകളിലും ഇനി ഈ സേവനം ലഭ്യമാകും. ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ILGMS സംവിധാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് കെ-സ്മാർട്ട്. പഞ്ചായത്ത് ഓഫീസുകളിൽ എത്താതെ എല്ലാ സേവനങ്ങളും ഓൺലൈനിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാനാവുന്ന സംവിധാനം പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമാകും. നഗരസഭകളിലും മുനിസിപ്പാലിറ്റികളിലും മാത്രമാണ് ഇപ്പോൾ കെ-സ്മാർട്ട് പദ്ധതിയുള്ളത്. ഏപ്രിൽ 10ഓടുകൂടി ത്രിതല പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പാകുന്നതോടെ കേരളം സമ്പൂർണ്ണമായും കെ-സ്മാർട്ട് ആവുകയാണ്. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലെയും 152 ബ്ലോക്ക് പഞ്ചായത്തിലെയും 14 ജില്ലാ പഞ്ചായത്തിലെയും ജീവനക്കാർക്കുള്ള പരിശീലനം പൂർത്തിയായി കഴിഞ്ഞു. ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാനും കെ-സ്മാർട്ട് വഴി സാധിക്കും. കെട്ടിട പെർമിറ്റിന് നിലവിൽ 1 മാസം സമയമെടുക്കുന്നുണ്ട്. എന്നാൽ കെ-സ്മാർട്ട് നടപ്പിലാകുന്നതോടെ 300 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകളുടെ പെർമിറ്റിന് 15 സെക്കൻഡ് മതിയാകും എന്നതാണ് പ്രത്യേകത. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ അതാത് ദിവസം തന്നെ ലഭ്യമാകും. ലൈസൻസ് പുതുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വേഗത്തിലാകും. വ്യക്തികൾ 2 ഇടത്താണെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്യാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.